ഹായ് ഉച്ചവരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ ഓൾ കേരള റൈഡ് നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുള്ളത് നമ്മൾ ബൈപ്പാസ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഗത്ത് കയറ്റം ഒടുക്കത്തെ കയറ്റാണ്. നമ്മൾ ലഗേജ് ആണെങ്കിൽ നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചവിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട്ടിൽ നമ്മൾ 8:15-നൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം 9:05 ആയപ്പോൾ നമ്മളിവിടെ ബൈപ്പാസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കണ്ണൂർക്കാണ് നമ്മളിനി പോകാനുള്ളത്. അപ്പോൾ അവിടെ നമ്മളങ്ങനെ പോണ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് ദൂരത്തോട്ട് നമ്മൾ ചവിട്ടി പക്ഷേ നമ്മളിപ്പോൾ കൽപ്പറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബൈപ്പാസ് കഴിയാനായിട്ടുണ്ട്. എന്നാലും ഒടുക്കത്തെ കയറ്റയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മൾ ടൗണിൽ കൂടെ പോകാനാണ് വെച്ചത്. ടൗണിൽ കൂടെ ആണെങ്കിൽ ബ്ലോക്കില്ല കൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഒടുക്കത്തെ നല്ല കയറ്റാണ്. ഇവിടെ നല്ല കുഴഞ്ഞിക്കണം നമ്മൾ. എന്തായാലും നമുക്ക് പോയേക്കാം. നമ്മളിപ്പോൾ മാനന്തവാടി പനമരം മാനന്തവാടി റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒടുക്കത്തെ കയറ്റുള്ള റോഡാണ്. നമ്മളത്തെ കുറച്ച് മുട്ടായി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് തിന്നാൻ ഗ്ലൂക്കോയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിന്നിട്ട് പോവാം നമുക്ക്. അപ്പോൾ സാർ നമ്മളിപ്പോൾ മാനന്തവാടി റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല നോട്ട് കിട്ടിയിട്ടുണ്ട്. എവിടെ വരെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ 15-ാം തീയതി പോകാൻ നിന്നത്. പിന്നെ വണ്ടി ചെറിയ പണിയായിട്ട് അങ്ങനെ ഞാൻ നീട്ടി വെച്ച്. കറക്റ്റ് ഡേറ്റ് അറിയില്ലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ ഫ്ലാഗ് ഓഫിൻ്റെ പറയാത്തത്. ഞാൻ +2 കഴിഞ്ഞിപ്പോൾ +2 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ 15 ദിവസത്തെ ട്രിപ്പാണ്. തിരിച്ച് കൊറിയർ അയക്കണം സൈക്കിള് ട്രെയിനിൽ. ഞാൻ ഇന്നലെ ഷൈജിലിക്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പര് സ്വിച്ച് ഓഫ് ആയിരുന്നു. എല്ലാവരും തിരക്കായിരിക്കും. വൈകുന്നേരം ഇന്നലെ ചെയ്തിട്ട് ഇന്ന് പോയാൽ മതി. കുഴപ്പമില്ല, എന്തായാലും പോയിട്ടോ കാണുന്ന മൂപ്പറിൻ്റെ കൂടുതലൊരു ഏട്ടത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാഗ് ഓഫ് വെക്കണ കാര്യം. സംഭവം പിന്നെ വെച്ചില്ലത്. കുറച്ചാൽ നമ്മളിപ്പോൾ പനമരം എത്താനായിട്ടാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമുള്ളൂ എന്നാണ് തോന്നുന്നത്. ആ വഴി റൂട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ അങ്ങനെ പനമരം പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ എത്തിയുള്ളത്. പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ എത്തിയുള്ളത്. ഇവിടെ നിന്ന് മാനന്തവാടിക്ക് കുറച്ചും കൂടി ദൂരമുള്ളതെന്ന് തോന്നുന്നു. നോക്കി നോക്കാം നമുക്ക്. പക്ഷേ നമ്മളിപ്പോൾ മാനന്തവാടി പോലും എത്തിയിട്ടില്ല. മാനന്തവാടി എത്താനായിട്ടുണ്ട്. അമ്മോ, ഈ റോഡാണെങ്കിൽ കയറ്റത്തിൻ്റെ കയറ്റാണ്. കുടിയേക്കണ് മേലൊക്കെ തളരുന്ന പോലെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ഫുള്ള് കയറ്റാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അൻവീറോ? തൻവീർ. എൻ്റെ ഇത് കയറ്റാലോ ഇവിടെ? ചവിട്ടി മതിയായി. മാനന്തവാടി കുറേ ദൂരം ഉണ്ടോ? 10 സെൻറ്റല്ലേ? അമ്മോ, നമ്മളിപ്പോൾ 2 ചെക്കന്മാരെ കണ്ടിക്കാണ്. നിങ്ങളെ ഇതേ സ്ഥലം കണ്ണാടിയോ? ഇനി കുറച്ചും കൂടി ദൂരമുണ്ട് നമുക്ക് മാനന്തവാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു സാധനം കാണിച്ചതാ. നമ്മൾ റീലിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് ഞാൻ വരണം വെച്ചിട്ട് നിൽക്കുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മേലെ കാറുകൾ വെച്ചുകൊണ്ടൊക്കെ വീട്ടിന് മേലെ മോനെ വെച്ചാൽ ഇപ്പം നമ്മളങ്ങനെ കൊയിലേരി പാലത്തിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയൊക്കെ നോക്കാം, അമ്മ അടിപൊളിയാ. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് മാനന്തവാടിക്ക് കുറച്ചും കൂടി ദൂരമാണുള്ളത്. എന്തായാലും പോയേക്കാം. വെച്ചാൽ നമ്മൾ ഇപ്പോൾ മാനന്തവാടി എത്താനായിട്ടുണ്ട്. ചവിട്ടി ഒരു പരിവായിട്ടുണ്ട്.
എന്തെല്ലാം വേനെടുക്കാൻ തുടങ്ങി. എൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് വയ്യ, നമുക്ക് ചവിട്ടാൻ പറ്റില്ല. എന്നാലും പോയി നോക്കാം. ഇനി നമുക്ക് 90 കിലോമീറ്ററാണ് നമുക്ക് ചവിട്ടാനുള്ളത്. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ചവിട്ടിയെടുക്കണം. മാനന്തവാടി എത്താനായിട്ടുണ്ട്. അപ്പോൾ സാർ നമ്മളങ്ങനെ മാനന്തവാടി എത്തിയിരിക്കുകയാണ്. ഇതേ സ്ഥലം കണിയാരം, മേപ്പാടി. ട്രിപ്പ് പോവാണ് കണ്ണൂർക്ക്. കണ്ണൂർക്ക് ട്രിപ്പ് പോവാണ് സൈക്കിളിൽ. സാർ നമ്മളിവിടെ ഒരു കടയിൽ വന്നിക്കാണ്, ലൈസൻസ് എടുക്കാണ്. നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ചാൽ ഇവിടെ ആയിട്ടൊരു ഹോട്ടലുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സമയമാണെങ്കിൽ 12:28 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ അങ്ങനെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ഞങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു തണലുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയതാണ്. ടാമോ വെയിലാണെങ്കിലോ. അതുകൊണ്ട് ഇനി നമുക്ക് 80 കിലോമീറ്റർ നമുക്ക് റൈഡ് ഉണ്ട്. നോക്കാം, ചവിട്ടിട്ട് വേറെ എന്ത് ചെയ്യാനാ. ഇപ്പം നല്ല അത്യാവശ്യം ഒരു നിരപ്പിലെ റോഡ് ഇറക്കം കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയുള്ളത്. എൻ്റെ അമ്മോ പറഞ്ഞ് നാവ് എടുത്തില്ല, അപ്പത്തേന് കയറ്റം. നമ്മളിപ്പോൾ അങ്ങനെ പാൽച്ചോറ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ഭാഗത്തേക്ക് നല്ല ഈ മരങ്ങളൊക്കെ ആയിക്കൊണ്ട് ഇരുടായിക്കൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാണ്ട് വെളിച്ചം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മളങ്ങനെ പാൽച്ചോറ് അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയാൽ നമ്മൾ വിടുക. കുട്ടി വന്നിട്ടിപ്പോൾ നമുക്കൊരു നല്ലൊരു ഇറക്കം കിട്ടിയപ്പോൾ സുഖം. അതുകൊണ്ട് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് ഞാൻ കാണിച്ചുതരാം. വെച്ചാൽ നമ്മളിപ്പോൾ പാൽച്ചോറ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പണിയിട്ട് നമ്മൾ ബാക്കത്തെ ബ്രേക്കിൻ്റെ ആണ് നമ്മൾ നല്ല പിടിക്കുമ്പോൾ ബ്രേക്ക് ഫുൾ. ചെറിയ നമുക്കിനി 60 കിലോമീറ്റർ കൂടിയാണ് നമ്മൾ റൈഡിനുള്ളത്. നോക്കി നോക്കാം. ഇവിടെ ഏകദേശം നമുക്ക് നല്ല നിരപ്പിലെ റോഡാണ് കിട്ടിയത്. അതായത് നമ്മൾ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ചവിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. ലഗേജ് ഒന്നുമില്ലെങ്കിൽ നല്ല അടിപൊളി റോഡാണ്. ലഗേജ് എല്ലാം കൊണ്ടാണ് നമുക്ക് പണിയിട്ട് വയ്യ. ഇതിപ്പോൾ തന്നെ ചവിട്ടി മതിയായി. വെച്ചാലേ ഇനി കണ്ണൂർക്ക് ഒരു 57 കിലോമീറ്റർ കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. വെള്ളം കുടിച്ചൊരു പരിവായിക്കുന്നത്. വെച്ചാലേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത് ഏകദേശം കുറച്ച് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ഒരു പെട്രോൾ പമ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഒരു കാരണമുണ്ട്, അത് 24 മണിക്കൂറില്ല. അതാണ് പ്രശ്നം. നമ്മൾ 24 മണിക്കൂറിൽ രണ്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ നോക്കുക. അതാണെങ്കിൽ അവിടെ ആൾക്കാർ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ഈ അടുത്തുള്ള പമ്പിലാണെങ്കിൽ 24 മണിക്കൂർ പെട്രോൾ പമ്പ് ഉണ്ടാവില്ല. അപ്പോൾ 34 കിലോമീറ്റർ ഉണ്ട് ഇനി കണ്ണൂർക്ക്. അപ്പോൾ ഇവിടുത്തെ പെട്രോൾ പമ്പിന് ഒരു മട്ടന്നൂർ പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ 24 മണിക്കൂർ പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ നമ്മളങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ എത്തിക്കുകയാണ്. ഇവിടെയാണ് 24 മണിക്കൂറില്ല കൊണ്ട് നമുക്ക് സ്റ്റേ കാര്യങ്ങൾ നമുക്ക് കിട്ടൂല. ആകെ പെട്ടുപോയിരിക്കുകയാണ്. ഇപ്പം തന്നെ സമയം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ സ്റ്റേ അടിക്കാൻ പറ്റൂല. പിന്നെ ഇത് മട്ടന്നൂരാണ്. മട്ടന്നൂർക്ക് ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 6 കിലോമീറ്റർ പോലെ ഒരു പമ്പുണ്ട്. അവിടെ അങ്ങനെ തന്നെ 24 മണിക്കൂറില്ല. അത് തന്നെ 10 കിലോമീറ്റർ പോയിട്ട് പമ്പുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ
സ്റ്റേ അടിക്കാൻ പറ്റും തോന്നുന്നു. പക്ഷെ 10 കിലോമീറ്റർ നമുക്ക് ചവിട്ടാൻ പറ്റൂല. 1 കിലോമീറ്റർ ചവിട്ടാൻ പറ്റില്ല. അതാണ് നമുക്ക് നിൽക്കണത്. എന്താ ചെയ്യാൻ നോക്കാം. നമുക്ക് അവിടെ ആയിട്ടൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൻ്റെ അവിടെ നോക്കി സ്റ്റേ അടിക്കാൻ പറ്റുമോ നോക്കണം. ഇത് സെക്യൂരിറ്റി ഉണ്ട്. എന്തായാലും മതി. ഈ സ്ഥലമായാലും മതി. കാളത്തിങ്കാട്ടി തന്നെ കുറച്ചുകൂടി നേരത്തെയാണ്. എവിടെയാ നാട് എവിടെയാ? നമ്മൾ വയനാട് മേപ്പാടി. വയനാട് മേപ്പാടി. ഇവിടെ മട്ടന്നൂർ പോകുന്നു. നമ്മൾ കണ്ണൂർ പോകണം. ഒരാളേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കാനാണ് നോക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ മേലെ കിടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഓണർ ഇവിടെ ഇല്ല. കുറച്ച് 1 മണിക്കൂറായിട്ട് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്കിന്ന് സ്റ്റേൻ്റെ ഒരു ഇതാണ് നമുക്ക് ഇന്നുള്ളത്. എനിക്കിന്ന് തീരെ വയ്യ. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടെൻ്റ് അടിക്കുന്ന വീഡിയോ, കിടക്കുന്ന വീഡിയോ, ഒരു വീഡിയോ നമ്മൾ ഇടുന്നില്ല. അപ്പോൾ നമ്മൾ നാളെ നമ്മൾ വീഡിയോ ഇടാം എന്താ അവസ്ഥ നോക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഇത്ര വീഡിയോ ഉള്ളൂ. വെച്ചാൽ നമ്മൾ ക്ലബിൻ്റെ മേലെയാണ് നമ്മളിന്ന് സ്റ്റേ അടിക്കാൻ പോണത്. ഇവിടെ നമ്മൾ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ എന്താ പ്രാക്ടീസ് നടക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ലഗേജ് കാര്യങ്ങളെടുത്തിട്ട് മേലെ സ്റ്റേ ചെയ്യും. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇവിടെ പാർട്ടി ഓഫീസിൻ്റെ മേലെ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് നാളെ കാണാം.